നമസ്കാരം. അങ്ങനെ ഒടുവിൽ അതും സംഭവിച്ചു. സുധിയുടെ മക്കൾക്കായി നിർമ്മിച്ച വീടിന് പഞ്ചായത്തിൽ നിന്ന് അപ്രൂവൽ ലഭിച്ചു. ഏതാനും മണിക്കൂർ മുമ്പ് ഫിറോസിക്കയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത്. വീടിന് അപ്രൂവൽ ലഭിക്കുന്നതിനേറെ സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നതായി മുമ്പ് രേണു സുധിയും പരാതിപ്പെട്ടിരുന്നു. എല്ലാവരുടെയും പിന്തുണയിൽ വീടിന് അപ്രൂവൽ ലഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനുവേണ്ടി ഫിറോസ് നടത്തിയ ശ്രമങ്ങൾ എടുത്തു പറയാതെ വയ്യ. സുധിലയം പഞ്ചായത്ത് രേഖകളിൽ ഇടം പിടിച്ചപ്പോൾ സന്തോഷിക്കുന്നവർ ഏറെയാണ്. അതേസമയം ഫിറോസിൻ്റെ വീഡിയോയിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. വീടിന് അപ്രൂവൽ കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നില്ല. അപ്രൂവൽ നൽകാതിരിക്കുകയാണ് അവർ ചെയ്തത്. എന്നാൽ നിലവിലെ പ്ലാനിൽ ഒട്ടും മാറ്റം വരുത്താതെയാണ് ഇപ്പോൾ അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. വീടിന് അപ്രൂവൽ ലഭിക്കാത്തതിൻ്റെ പേരിൽ രേണു സുധി ഒത്തിരി പഴികേട്ടതാണ്. എന്നാൽ എന്താണ് അപ്രൂവൽ ലഭിക്കാത്തതെന്ന് ഇതുവരെയും ആരും പറഞ്ഞിരുന്നില്ല. എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് വീട് നിർമ്മിച്ചതെന്ന് ഫിറോസ് പറയുമ്പോൾ മറ്റൊന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. വീട് നിർമ്മിക്കാൻ സ്ഥലം ദാനം നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പിൻ്റെ ചില ബന്ധുക്കളാണത്രേ അപ്രൂവൽ കിട്ടാതിരിക്കാനായി പിന്നിൽ നിന്നും കളിച്ചത്. സ്ഥലം സംബന്ധിച്ച് തെറ്റിദ്ധാരണജനകമായ ചില വാർത്തകൾ ഈ ബന്ധുക്കൾ പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുകയായിരുന്നു. വസ്തു സംബന്ധിച്ച് കേസ് നിലവിലുണ്ടെന്നാണ് ഇവർ അറിയിച്ചത്. അപ്രൂവൽ കിട്ടാതിരിക്കാനായി പ്രത്യേകിച്ച് കാരണമൊന്നും അധികൃതർ പറഞ്ഞില്ലെങ്കിലും ഇതാണ് കാരണമെന്ന സൂചന ലഭിച്ചെന്ന് ഫിറോസ് പറയുന്നു. ബിഷപ്പിൻ്റെ വസ്തുവിന് യാതൊരു പ്രശ്നവുമില്ല. ഇക്കാര്യമെല്ലാം അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഫ്ലവേഴ്സ് ചാനലും ഫിറോസും ഒക്കെ ചേർന്ന് വീട് നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയത്. തനിക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ രേണു സുധിയെ ഒന്നാമതായി ചിത്രീകരിക്കുന്ന ബിഷപ്പ് തൻ്റെ ബന്ധുക്കളുടെ കാര്യം പറയുന്നില്ല. സത്യത്തിൽ ഇത്തരം കുത്തിത്തിരിപ്പുകൾക്ക് പിന്നിൽ അവരും കളിക്കുന്നുണ്ടെന്ന് വ്യക്തം. എന്തായിരുന്നാലും വീടിന് അപ്രൂവൽ ലഭിച്ചത് വലിയൊരു സന്തോഷത്തിന് കാരണമായി.